ഇടതുപക്ഷവും ബി.ജെ.പിയും ആഹ്വാനം ചെയ്ത ഹർത്താൽ നിലമ്പൂർ നഗരസഭാ പരിധിയിൽ പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സ്വകാര്യ ബസ്സുകളും കെ.എസ്.ആർ.ടി.സിയും സർവീസ് നടത്തിയില്ല. സർക്കാർ സ്ഥാപനങ്ങളിൽ ഹാജർ കുറവ്. എന്നാൽ മണ്ഡലത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഹർത്താൽ കാര്യമായി ബാധിച്ചില്ല. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി. വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. കോൺഗ്രസ് ഓഫീസുകൾക്കും മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ വീടിനും പോലീസ് കാവലേർപ്പെടുത്തിയിരുന്നു. അതിനിടെ കൊല്ലപ്പെട്ട രാധയുടെ സഹോദരൻ ഭാസ്കരനിൽ നിന്ന് പോലീസ് ഇന്ന് മൊഴിയെടുത്തു. കൊലപാതകത്തിന് പിന്നിൽ മറ്റു ചിലർ കൂടിയുണ്ടെന്ന് സംശയിക്കുന്നതായി സഹോദരൻ മൊഴി നൽകി. മൊഴിയെടുക്കുമ്പോൾ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യമുണ്ടായത് പ്രതിഷേധത്തിനിടയാക്കി. പ്രതികളായ ബിജു നായരെയും ഷംസുദ്ദീനെയും കൂടുതൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റ് ആരെയും കസ്റ്റഡിയിലെടുക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. തൃശൂർ റേഞ്ച് ഐ ജി എസ് ഗോപിനാഥിന്റെയും മലപ്പുറം എസ് പി പുട്ട വിമലാദിത്യയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പെരിന്തൽമണ്ണ ഡിവൈഎസ്പി വിജയകുമാറിനാണ് അന്വേഷണ ചുമതല. ജലീൽ പടന്ന, മീഡിയ 1, മലപ്പുറം.